നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നടക്കാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഡേറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഇന്ന് ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷ നടക്കുന്നത്, ആ വക കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Revised examination program for graduate level common preliminary examination 2022. അപ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഘട്ടം 22/10/2022 സാറ്റർഡേ. അതിന് വ്യത്യാസമൊന്നുമില്ല. 1:30 മുതൽ 3:15 വരെയാണ്. അപ്പോൾ ഒന്നാം ഘട്ടം പരീക്ഷയുള്ള എല്ലാവർക്കും ഹാൾ ടിക്കറ്റും വന്നിട്ടുണ്ട്. രണ്ടാം ഘട്ടം നവംബർ മാസം 19-ാം തീയതി സാറ്റർഡേ 1:30 മുതൽ 3:15 വരെയാണ്. മൂന്നാമത്തെ ഘട്ടം പരീക്ഷയുടെ തീയതിയാണ് മാറ്റമുള്ളത്. ഡിസംബർ മാസം 10-ാം തീയതി സാറ്റർഡേ ആണ് മൂന്നാം ഘട്ടം പരീക്ഷ നടക്കാൻ പോകുന്നത്. മുൻപ് ഡിസംബർ മാസം 17-ാം തീയതി ആയിരുന്നു പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അത് പ്രീപോണ്ട് ചെയ്തു 10/12/2022 അപ്പോൾ മുന്നോട്ടാണ് നീട്ടി വെച്ചിരിക്കുന്നത്. മുന്നോട്ട് ആണ് ആക്കിയേക്കുന്നത്. 17-ാം തീയതി എന്നുള്ളത് 10-ാം തീയതി ആയിരിക്കും മൂന്നാം ഘട്ട പരീക്ഷ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് പരീക്ഷ എന്ന് ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒന്നുകൂടി പറയാം. ടൈം കീപ്പർ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിലേക്ക് ടൈം കീപ്പറിന്റെ പരീക്ഷ, ആ പോസ്റ്റിലേക്കുള്ള പരീക്ഷ ഈ പ്രിലിംസിന്റെ കൂടെ നടത്തുന്നുണ്ട്. ഈ സിലബസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സിലബസ് കിട്ടും. അത് എല്ലാത്തിന്റെയും സിലബസ് സെയിം ആയിരിക്കും. കാരണം കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണല്ലോ, അപ്പോൾ എല്ലാത്തിനും ഒരു സിലബസ് തന്നെ ആയിരിക്കും. അടുത്തത് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ കേരള വാട്ടർ അതോറിറ്റി, അത് ഡിഫറെന്റ് കാറ്റഗറീസിനുണ്ട്. പിന്നെ അസിസ്റ്റന്റ് തമിഴ് നോയിങ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ കേരള വാട്ടർ അതോറിറ്റി ഡയറക്ട്, ബാക്കിയൊക്കെ NCA കാറ്റഗറി. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫീൽഡ് ഓഫീസർ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അത് NCA കാറ്റഗറിക്കുണ്ട്. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്, ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ബൈ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ജനറൽ സർവീസിലേക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ ഉണ്ട്. സ്റ്റെനോഗ്രാഫർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് എന്റർപ്രൈസസ് ലിമിറ്റഡ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി NCA കാറ്റഗറി, അതുപോലെ തന്നെ NCA മുസ്ലിം, LD ക്ലർക്ക് കേരള വാട്ടർ അതോറിറ്റി ബൈ ട്രാൻസ്ഫർ only for LGS and ministerial employees worked at കേരള വാട്ടർ അതോറിറ്റി, ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 LDC, അതാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ വരുന്നത്. അത് KSRTC, KLDB, SFCK എക്സെട്ര. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസസ്, ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ, ഇതും കമ്പനി ബോർഡാണ്. KSFE, KSCB, KMML, കെൽട്രോൺ എക്സെട്ര. സീനിയർ സൂപ്രണ്ട് കേരള പോലീസ് സർവീസ്, ജൂനിയർ ടൈം കീപ്പർ KMML, ടെലിഫോൺ ഓപ്പറേറ്റർ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനീസ് കോർപ്പറേഷൻ ബോർഡ്സ്, സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 അത് ഡയറക്ട് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയും വരുന്നുണ്ട്. LD സ്റ്റെനോ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്,
ICDS സൂപ്പർവൈസർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഈ ICDS സൂപ്പർവൈസർ ഇപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന്റെ കൂടെ 10th മെയിൻസിന്റെ കൂടെയും നടന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് അംഗൻവാടി അംഗൻവാടി വർക്കർ ആയിട്ട് 10 വർഷം കംപ്ലീറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ കേരള പോലീസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി, ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ ടൈം കീപ്പർ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ ദ കേരള സെറാമിക്സ് ലിമിറ്റഡ്, ചീഫ് സ്റ്റോർ കീപ്പർ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ. അപ്പോ ഇത്രയും പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നടത്തുന്നത്. ഇതിലെ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന പോസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് വേക്കൻസി വരുന്ന പോസ്റ്റാണ്. നന്നായിട്ട് തന്നെ പഠിക്കാം. 3 ഘട്ടങ്ങളിലായിട്ട് നടത്തുന്ന പരീക്ഷ ഈ മാസം 22-ാം തീയതി 1ാം ഘട്ടം. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഫൈനൽ റിവിഷനിലേക്ക് എല്ലാവരും കടക്കാം. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കാം. ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. ലാസ്റ്റ് മിനിറ്റ് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യുക. 2021 നടന്ന ഡിഗ്രി പ്രിലിംസ് 2 ഘട്ടങ്ങളിലായിട്ട് നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിലേറ്റഡ് ഫാക്ട്സ് ഫുള്ളായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ ചാനലിൽ ഞാൻ ഓരോ ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക, എപ്പോഴും പറയുന്നത് പോലെ. ഓക്കെ, നമ്മുടെ ചാനലില് ഡിഗ്രി പ്രിലിംസ് 30 ദിവസത്തെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കേണ്ട പോർഷൻസ് നമ്മുടെ ടെലഗ്രാം ചാനലിലും ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് കുറേ പേരൊക്കെ പഠിച്ചു വരുന്നുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനലിൽ 250-ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സും നിങ്ങൾ പ്രയോജനപ്പെടുത്താം. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ മെയിനായിട്ടും GK, പിന്നെ മലയാളവും ഇംഗ്ലീഷും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്ലാസ്സുകളായിട്ട് അപ്ലോഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഓരോ ഘട്ടങ്ങളിലും ഏകദേശം 1 മാസത്തോളം നിങ്ങൾക്ക് സമയം ലഭിക്കും. 2ഉം 3ഉം ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ്. കാരണം 1ാം ഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും എല്ലാം നമ്മൾ പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താം. പിന്നെ 1ാം ഘട്ടം പരീക്ഷ ഉള്ളവരെ തീരെ വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞതുപോലെ 2021 ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ അപ്ഡേറ്റുകളൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുത്തേക്കാം. വീണ്ടും കാണാം. താങ്ക് യു.